So welcome to the solutions of DPP number 4. സോ നമ്മൾ 26 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, സോ വിൽ കണ്ടിന്യൂ വിത്ത് ദ 27th ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ മാത്രം ഇത് വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ഹീലിയം എന്ന് കാണിച്ചേക്കുന്നത് ആൽഫ പാർട്ടിക്കിളാണ്. ആൻഡ് ഹീലിയം have the same energy, then their de Broglie wavelength decreases in the order, അതായത് ഡിക്രീസ് in the order, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ദ സൊല്യൂഷൻ. ഓക്കെ, look into the solution. de Broglie wavelengthും എനർജിയും ആയിട്ടുള്ള റിലേഷനാണ് ലാംഡ ഈസ് ഈക്വൽ ടു h by root of 2me. Okay, so energy is same for all the particle. Lambda is equal to h by root of 2me. Energy is same for all the particle. So ഇവിടെ നമുക്ക് പറയാം ലാംഡ is proportional to 1 by root of m. ഓക്കെ, അപ്പോൾ ലാംഡ പ്രൊപ്പോർഷണൽ ടു 1 by root m. ഓക്കെ, അപ്പോൾ മാസ് കൂടുതലുള്ളത് ആർക്കാണോ അവർക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, ഇവിടെ വരുന്ന പാർട്ടിക്കിൾസ് ഒന്ന് ആൽഫ പാർട്ടിക്കിൾ, ഹീലിയം എന്ന് കാണിച്ചേക്കുന്നത് ആൽഫ പാർട്ടിക്കിൾ. ദെൻ അനദർ വൺ ഈസ് ഇലക്ട്രോൺ, ദെൻ പ്രോട്ടോൺ and the last one is electron. Okay, നമ്മൾ മാസസിൻ്റെ ഓർഡർ എടുത്താൽ മാസ് ഓഫ് ആൽഫയാണ് ഏറ്റവും കൂടുതൽ, ദെൻ കംസ് മാസ് ഓഫ് പ്രോട്ടോൺ, ദെൻ ലീസ്റ്റ് മാസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, കണ്ടോ, ലാംഡയും എമ്മും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്തും ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ഇലക്ട്രോൺ ആയിരിക്കും ഏറ്റവും മാക്സിമം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, ദെൻ കംസ് പ്രോട്ടോൺ, ദെൻ ലീസ്റ്റ് ഗോസ് ടു ആൽഫ പാർട്ടിക്കിൾ. ഇതാണ് ഡിക്രീസ് ഇൻ ദ ഓർഡർ ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ആൻസർ വരുന്നത് ലാംഡ ഇ ഗ്രേറ്റർ ദാൻ ലാംഡ പി ഗ്രേറ്റർ ദാൻ ലാംഡ ആൽഫ. ലാംഡ ഇ, ലാംഡ പി, ലാംഡ ആൽഫ. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ ടു ദ question. Okay, clear. So I'm going to the next question. It's a question. If an electron and a proton have same de Broglie wavelength, okay, their de Broglie wavelength are same, then what about their momentum? Okay, മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ എങ്ങനെയാണ്, അല്ലെങ്കിൽ മൊമെൻ്റ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. They have same de Broglie wavelength, the electron and a proton. Okay, അപ്പോൾ ലാംഡ ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു ലാംഡ ഓഫ് പ്രോട്ടോൺ. Okay, so it is h by momentum of electron equal to h by momentum of proton. So from here we can say that momentum of electron equal to momentum of proton. That's answer. They have same momentum. That's answer. Okay, the answer is both have equal momentum. D is answer, both have equal momentum. Okay, I will pass on to the next question. A proton accelerated through a potential V has a de Broglie wavelength lambda, then the de Broglie wavelength of an alpha particle when it is accelerated through the same potential V's. Okay, so in the question we have
a proton and an alpha particle. Both are accelerated through the same potential difference. Then proton has a de Broglie wavelength lambda. Then find the de Broglie wavelength of the alpha particle. So we'll look into this question. Okay, the relation between de Broglie wavelength and potential difference is lambda is equal to h by root of 2m qv. So here both of them are accelerated through the same potential difference. So this potential difference is a constant, right? Then so lambda is proportional to 1 by root of m into q. Okay, but lambda alpha divided by lambda proton equal to root of mp into qp divided by m alpha into q alpha. It is equal to root of mp നമുക്ക് m എന്ന് കൊടുക്കാം, qp e എന്ന് കൊടുക്കാവേ. Then m alpha 4m and q alpha is 2e. അപ്പോൾ ഈ രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും, m ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ ആൻസർ വരുന്നത് 1 by root of 8, 1 by 2 root 2. ഓക്കെ, അപ്പോൾ ലാംഡ ആൽഫ എന്ന് പറയുന്നത് ലാംഡ ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ പി ഇൻറ്റു 1 by 2 root 2. ഓക്കെ, അപ്പോൾ ലാംഡ ആൽഫ ഈസ് ഈക്വൽ ടു കാണുന്നുണ്ടോ? ഓക്കെ, സോ അഡ്ജസ്റ്റ് ഇറ്റ്. ലാംഡ ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ പി നമുക്ക് തന്നേക്കുന്ന ലാംഡ എന്നാണ്, ലാംഡ ബൈ 2 root 2. ദിസ് ആൻസർ ലാംഡ ഡിവൈഡഡ് ബൈ 2 root 2. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ലാംഡ ബൈ 2 root 2. ദാറ്റ് ഈസ് ഓപ്ഷൻ ദിസ് വൺ സി. ലാംഡ ബൈ 2 root 2 is the answer to the question. The next one is a good question. If kinetic energy of a particle is increased by 16 times, then the percentage change in the de Broglie wavelength of the particle is. Big question like no, by 16 times, then the percentage change in the de Broglie wavelength of the particle is. So the relation between de Broglie wavelength and the kinetic energy is lambda is equal to h by root of 2me. Okay, then when the kinetic energy is increased, there will be change the de Broglie wavelength. So put it as equation number 1. The new de Broglie wavelength after the increase of kinetic energy can be expressed as h by root of 2 into m into, I'm putting it as e dash. E dash is the new kinetic energy. Okay, because kinetic energy is increased by 16 times now. So new kinetic energy E dash equal to whatever is the original kinetic energy plus 16 times E, that is equal to 17e എന്ന് വരും. എങ്ങനെയാണ് എക്സാക്ട്ലി ചെയ്യേണ്ടത്? 17e. ഓക്കെ, അപ്പോൾ നമുക്ക് ലാംഡ ഡാഷ് എങ്ങനെ വരും? ലാംഡ ഡാഷ് ഈക്വൽ ടു h by root of 2m into 17e. That is h by root of 2me into root 17. Okay, so you just look into the value of root 17. So root 17 is 4.12. Okay, 4.12 ആണ്. h by root
me into 4.12 എന്നെടുക്കാം. ഓക്കെ, ഞാനത് അപ്രോക്സിമേറ്റ് ചെയ്ത് അത് 4 എന്നെടുക്കുവാണെങ്കിൽ നമ്മുടെ ആൻസറിലുള്ള സൗകര്യത്തിനായിട്ട് ഞാനത് അപ്രോക്സിമേറ്റ് ചെയ്ത് 4 എന്നെടുക്കുവാണ്. അപ്പോൾ ലാംഡ ഡാഷ് ഈക്വൽ ടു h/√2me into 4. h/√2me എന്ന് പറഞ്ഞാൽ എന്താ? ലാംഡ ഡാഷ് ഈക്വൽ ടു λ/4. ഓക്കെ, ബട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഞാനത് മറ്റൊരു പേപ്പർ എടുക്കുവാണ്. സോ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് is given by percentage change in de Broglie wavelength. It is change in de Broglie wavelength by original 1 into 100, which is equal to lambda minus lambda dash by the original one. That's change into 100 is equal to lambda minus lambda by 4 by lambda into 100. Lambda into 1 minus 1 by 4 by lambda into 100. ഇതൊക്കെ lambda പോകും. പിന്നെ 3/4 into 100, which is equal to 75%. Okay, I think it's clear for you. Now percentage change in the de Broglie wavelength of the particle. Change in de Broglie wavelength by original 1 into 100. So you'll get it as 75%. Clear? Answer and of this one B, 75%. So come to the next question. (31). If kinetic energy of a free electron doubles, its de Broglie wavelength changes by a factor. It's a very, very simple question. Kinetic energy of an electron double ചെയ്യുന്നു പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കാണാനുള്ള ഇക്വേഷനാണ് ലാംഡ ഈസ് ഈക്വൽ ടു h/√2me. ഓക്കെ, അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു h/√2me. ന്യൂ സിറ്റുവേഷനിൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഡാഷ് വരും h/√2m into 2e, the h/√2me into 1/√2. Lambda dash equal to lambda into 1/√2. Lambda dash equal to lambda by √2. Okay, that reduces by a factor 1/√2. That is answer. Okay, reduces by a factor 1/√2. The answer എന്താണ് ചെയ്തത്? 1/√2 is answer. Changes by a factor 1/√2. Okay. Then come to the next question. The de Broglie wavelength of a particle moving with a velocity of 2.25 into 10 raised to 8 meter per second is equal to the wavelength of a photon. Okay. Then you have to find the ratio of kinetic energy of the particle to the energy of the photon. Velocity of light is 3 into 10 raised to 8 meter per second.
So here it is, you are given one thing. De Broglie wavelength of the particle is equal to wavelength of a photon. So the de Broglie wavelength of the particle is equal to h by p, h by mv, which is equal to wavelength of the photon. I'm taking lambda as the wavelength of the photon. ഓക്കെ, കണ്ടോ? നമുക്ക് ഇവിടെ നിന്ന് ഞാൻ എന്നിട്ടേ എം അങ്ങ് പറയുവാണ്. എം ഇസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ ഫോട്ടോൺ ഇൻറ്റു വി. ഓക്കെ, ലാംഡ എച്ച് ബൈ ലാംഡ ഫോട്ടോൺ ഇൻറ്റു വി എന്ന് പറയും. നമുക്ക് കണ്ടുപിടിക്കുന്ന റേഷ്യോ നോക്കിക്കേ. കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ടു ദ എനർജി ഓഫ് ദ ഫോട്ടോൺ. കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ divided by energy of the photon. Kinetic energy of the particle is half into m into v square divided by energy of the photon is h c by lambda photon. മനസ്സിലായോ? എച്ച് ന്യൂ ആണ് എനർജി ഓഫ് ഫോട്ടോൺ. ന്യൂവിന് പകരം സി ബൈ ലാംഡ ഫോട്ടോൺ. ഓക്കെ, അപ്പോൾ നമുക്കത് ഇങ്ങനെ വരുവേ. ഹാഫ് ഇൻറ്റു എമ്മിന് പകരം എന്ത് എഴുതാം? എച്ച് ബൈ ലാംഡ ഫോട്ടോൺ ഇൻറ്റു വി ഇൻറ്റു എന്തുകൊണ്ട് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് സി ബൈ ലാംഡ ഫോട്ടോൺ. ഒരു വി അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയേ. പിന്നെ ആ മോളിൽ കിടക്കുന്ന എന്തൊക്കെയാണെന്നറിയോ? എച്ച് ഇൻറ്റു വി ബൈ 2 ലാംഡ ഫോട്ടോൺ ഡിവൈഡഡ് ബൈ എച്ച് സി ബൈ ലാംഡ ഫോട്ടോൺ. ഓക്കെ, ഡിവൈഡഡ് ബൈ എച്ച് സി ബൈ ലാംഡ ഫോട്ടോൺ. അത് ക്ലിയർ ആയോ? നോക്കാട്ടോ. എച്ച് സി ബൈ ലാംഡ ഫോട്ടോൺ. ഇത് നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എച്ച് വി ബൈ 2 ലാംഡ ഫോട്ടോൺ ഇൻറ്റു ഇത് റെസിപ്രോക്കൽ ലാംഡ ഫോട്ടോൺ ഡിവൈഡഡ് ബൈ എച്ച് സി. എച്ച് വെച്ച് ക്യാൻസലായി പോയി. പിന്നെന്തുണ്ട്? ലാംഡ ഫോട്ടോൺ ക്യാൻസലായിട്ട് പോയി. പിന്നെ ഉള്ളത് എന്താ? ബി ഡിവൈഡഡ് ബൈ 2c ഉണ്ടോ? വി ഡിവൈഡഡ് ബൈ 2c ഉണ്ടോ? ലാംഡ ഫോട്ടോൺ ക്യാൻസലായിട്ട് പോയി. എച്ച് വെച്ചും ക്യാൻസലായിട്ട് പോയി. പിന്നെ മുകളിലുള്ളത് വിയും താഴെ ഉള്ളത് 2c ആണ്. വി ബൈ 2c എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബി ബൈ 2c. ഓക്കെ, വിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 2.25 ഇൻറ്റു 10⁻8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സിയുടെ വാല്യൂ 3 ഇൻറ്റു 10⁻8. 10⁻8 പോവും. പിന്നെ 2.25/6 എന്ന് വരും. ഓക്കെ, 2.25/6 എന്ന് പറഞ്ഞാൽ 225/600 എന്ന് എഴുതാവേ. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 8 എന്ന് നിങ്ങൾക്ക് കിട്ടുമേ. ഓക്കെ, അപ്പോൾ 3/8 ആണ് നമ്മുടെ ആൻസർ. Okay, so this will be the option 3/8. Okay, then next question. ഇതൊരു ഒരുപാട് എൻട്രൻസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് നമ്മളിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. The energy of a photon is equal to kinetic energy of a proton. ഓക്കെ, അപ്പോൾ ഫോട്ടോണിൻ്റെ എനർജിയും അല്ലെ പ്രോട്ടോണിൻ്റെ കൈനറ്റിക് എനർജിയും സെയിം ആണ്. The energy of the photon is E. Let lambda 1 be the de Broglie wavelength of proton and lambda 2 be the wavelength of the photon.
then lambda 1 by lambda 2 is proportional to. അപ്പോൾ നമുക്കിത് കണ്ടുപിടിച്ചാൽ മതി, രണ്ടുപേരുടെയും വേവ് ലെങ്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. ലാംഡ 1 ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പ്രോട്ടോൺ. ഓക്കെ, സോ പ്രോട്ടോണിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ 1 ഈസ് ഈക്വൽ ടു h by root of 2me. പിന്നെ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് ലാംഡ 2 ഈസ് ഈക്വൽ ടു, നമുക്ക് ഫോട്ടോണിൻ്റെ കാര്യത്തിൽ എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഈ കാര്യത്തിലാണ്, പ്രോട്ടോണിൻ്റെ കാര്യത്തിലാണ്. പ്രോട്ടോണിൻ്റെ കാര്യത്തിൽ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഈസ് എച്ച് സി ബൈ ലാംഡ 2. ലാംഡ 2 ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ഇ. ഇവിടെ അങ്ങ് എഴുതുവാണ്, ലാംഡ 2 ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ഇ. ദെൻ ടേക്ക് ദ റേഷ്യോ. ലാംഡ 1 ബൈ ലാംഡ 2 ഈസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2me ഡിവൈഡഡ് ബൈ എച്ച് സി ബൈ ഇ. അപ്പോൾ ലാംഡ 1 ബൈ ലാംഡ 2 ഈസ് പ്രൊപ്പോർഷണൽ ടു. നമുക്ക് കോൺസ്റ്റൻ്റൊക്കെ ഒഴിവാക്കി ഈയുടെ ടേംസിൽ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ഈയുടെ ഫാക്ടർ വരുന്നത് 1 ബൈ റൂട്ട് ടി, താഴത്ത് 1 ബൈ ഇ. ഓക്കെ, അപ്പോൾ ഇത് ലാംഡ 1 ബൈ ലാംഡ 2 ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇ. ഓക്കെ, ഇ ബൈ റൂട്ട് ഓഫ് ഇ. അപ്പോൾ ലാംഡ 1 ബൈ ലാംഡ 2 ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ ഇയും 1 ബൈ അല്ലെങ്കിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ റൈസ് ടു, കണ്ടോ ഇത് മോളിൽ പോകത്തില്ല, ഇ റൈസ് ടു 1 ബൈ 2. ഓക്കെ, ആൻസർ ഇ റൈസ് ടു 1 ബൈ 2 ആണ്. ആൻസർ ഇ റൈസ് ടു 1 ബൈ 2. ഓക്കെ, ആണ് ഇ റൈസ് ടു 1 ബൈ 2 is answer. ഓക്കെ, ദാറ്റ്സ് ആൻസർ. ഓക്കെ, ഒന്ന് നോക്കിയോ. എച്ച് ബൈ റൂട്ട് ഓഫ് 2me ഫോട്ടോണ്ടത് എച്ച് സി ബൈ ഇ, റേഷ്യോ എടുക്കുക. എച്ച് ബൈ റൂട്ട് ഓഫ് 2me ബൈ എച്ച് സി ബൈ ഇ. അപ്പോൾ ലാംഡ 1 ബൈ ലാംഡ 2 ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ റൂട്ട് ടി ബൈ 1 ബൈ വി. അപ്പോൾ ഈ മോളിൽ പോവും. ഓക്കെ, റൂട്ട് ടി താഴെ നിൽക്കും, ക്യാൻസൽ ചെയ്യുമ്പോൾ ഇ റൈസ് ടു 1 ബൈ 2 റൂട്ട് ടി വരും. Then the next question, the energy of a proton and an alpha particle are the same, both are having same energy. Then ratio of the de Broglie wavelength of the proton and alpha is, both are having same energy, proton and alpha. Okay, they are having same energy, proton and alpha. അപ്പോൾ നമുക്ക് ഇവിടുന്ന് de Broglie wavelength of proton by de Broglie wavelength of alpha is equal to h by root of 2 into mp into e divided by h by root of 2 into m alpha into e. Both are having same energy. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇത് എനർജി സെയിം ആണ്. ഓക്കെ, അപ്പോൾ എച്ച് ബൈ റൂട്ട് ഓഫ് 2mp ഇൻറ്റു ഇ ഇൻറ്റു റൂട്ട് ഓഫ് 2m ആൽഫ ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ എച്ച് ക്യാൻസൽ ചെയ്ത് പോവും. ഓക്കെ, ഇ ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ വരുന്ന റൂട്ട് ഓഫ് ഇത് മാത്രം ബാലൻസ് നിൽക്കും, എം ആൽഫ ബൈ എം പി. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് m alpha is 4m, mp is m, അപ്പോൾ അത് 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ലാംഡ പി ബൈ ലാംഡ ആൽഫ ഈസ് ഈക്വൽ ടു 2 ഈസ് ആൻസർ. ഓക്കെ, 2 ആണ് ആൻസർ കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when momentum of a proton is changed by an amount p0, the corresponding change in the de Broglie wavelength is found to be 0.25%. Then the original momentum of the proton was. Okay,
അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് P0. Then corresponding change in the de Broglie wavelength is found to be 0.25%. Then the original momentum was. Original momentum നമുക്ക് കണ്ടുപിടിക്കണം. Okay. So we'll go to that solution. Then ഒറിജിനൽ മൊമെൻറ്റം ഇപ്പോൾ 2 കേസ് ഉണ്ട്. ഞാനത് കേസ് 1 ഇനീഷ്യൽ മൊമെൻറ്റം പി എന്ന് കൊടുക്കുവാണേ. ദെൻ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു h/p. You can take it as h/p. Then നമ്മുടെ കേസ് 2 ന്യൂ മൊമെൻറ്റം P dash equal to P പ്ലസ് P0. ഓക്കെ, ഇത്രയും നമുക്ക് പോകണ്ട. നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് ഉണ്ട്. സോറി, ഹാവ് എ ഷോർട്ട് കട്ട്. നമുക്ക് എറർ മെത്തേഡിൽ ചെയ്യാവേ. ലാംഡ ഈസ് ഈക്വൽ ടു h/p അല്ലേ. അപ്പോൾ നമുക്ക് എറർ എടുക്കാം. ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി. ഓക്കെ, സോ നമുക്കിവിടെ പറയുന്നുണ്ട് ചേഞ്ച് ഇൻ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഈസ് 0.25% ഓഫ് ലാംഡ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു 0.25/100 ഇൻറ്റു ലാംഡ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈസ് ഈക്വൽ ടു 0.25/100. ഇത് ഇവിടെ കൊടുക്കുക. 0.25/100 is equal to change in momentum is P0/P. So you have to find the original momentum. P is equal to 100 P0/0.25. ഇത് വരുന്നത് 100 P0/0.25. ഓക്കെ, ഇത് വരുന്ന ഇതാണ് 400 times P0. ഓക്കെ, ആൻസർ ഇസ് ദിസ് വൺ, C, 400 times P0. Okay, then the last question of our chapter, of course, നമ്മുടെ 4 DPP ആണ് ഇതിനകത്തുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ചാപ്റ്റർ. ഞാനെന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റിപ്പീറ്റേഴ്സിന് ചെയ്യുന്ന ആ ഒരു DPPയും കൂടെ സോൾവ് ചെയ്ത് തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. The de Broglie wavelength of a neutron at 27 degrees Celsius is lambda. What will be the de Broglie wavelength at 927 degrees Celsius? ഇപ്പോൾ de Broglie wavelengthും ടെമ്പറേച്ചറും ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു h/√3m kBT. ഇപ്പോൾ ലാംഡ നമുക്ക് ഇവിടെ നിന്ന് പറയാം, ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√t. ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ എടുക്കാം. ലാംഡ 1/λ2 ഈസ് ഈക്വൽ ടു √T2/T1. ഓക്കെ, ഇപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിലാണ് ലാംഡ ബൈ λ2 ഈസ് ഈക്വൽ ടു T2 എന്ന ടെമ്പറേച്ചർ, സെക്കൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, T2 ഈസ് ഈക്വൽ ടു 927 ഡിഗ്രി സെൽഷ്യസ്. അത് കെൽവിനിലാക്കുമ്പോൾ 1200 കെൽവിൻ ബൈ T1 27 ഡിഗ്രി സെൽഷ്യസ്, കെൽവിനിലാക്കുമ്പോൾ 300 കെൽവിൻ. അപ്പോൾ ലാംഡ ബൈ λ2 ഈസ് ഈക്വൽ ടു √4 എന്ന് വരും. ലാംഡ ബൈ λ2 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ λ2 ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2. ആൻസർ. ഇപ്പോൾ നമ്മുടെ എല്ലാ DPPയും സോൾവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇത് കാണുക. ഓക്കെ, താങ്ക് യു.